إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بل يا عبادي أني أنا الغفور الرحيم وأن عذابي هو العذاب الأليم. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവ്വലോക രക്ഷിതാവും സർവ്വ അനുഗ്രഹങ്ങളുടെയും ദാതാവുമായ പ്രപഞ്ചനാഥൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും കാത്തു സൂക്ഷിച്ച് തഖ്വയോടെ ജീവിക്കണമെന്ന് ആമുഖമായി എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. അത്തരത്തിൽ അള്ളാഹുവിന്റെ വിധികൾക്കനുസരിച്ച് കീഴൊതുങ്ങി സ്വർഗത്തെ ആഗ്രഹിച്ച് അങ്ങനെ ജീവിക്കുന്ന മുത്തഖികളിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാണ്. സഹോദരങ്ങളെ, ദ വീക്ക് എന്ന് പറയുന്ന ഒരു മാഗസിനിൽ ഈയിടെ വന്ന ഒരു ലേഖനം, അമേരിക്കയിലെ പ്രശസ്തനായ ഒരു ക്യാൻസർ രോഗ വിദഗ്ധൻ, ആ ഡോക്ടർ തനിക്കുണ്ടായ ഒരു അനുഭവം ആ ഒരു മാഗസിനിൽ രേഖപ്പെടുത്തുകയാണ്. തന്റെ അടുക്കൽ വന്ന ഒരു രോഗി, ക്യാൻസർ അതിന്റെ 4th സ്റ്റേജിൽ വന്ന രോഗി, ആ രോഗി ഒരു ഡോക്ടറായിരുന്നു. അന്ന് ന്യൂയോർക്കിലുള്ള ഏറ്റവും പ്രശസ്തനായ ഒരു കാർഡിയാക് സർജൻ ആയിരുന്നു തന്റെ മുമ്പിൽ വന്ന ആ രോഗി. തീർച്ചയായും 4th സ്റ്റേജിലായതുകൊണ്ട് തന്നെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ അദ്ദേഹത്തിന് മുമ്പിൽ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. വളരെ പ്രശസ്തനായ ഡോക്ടറായിരുന്നു. പക്ഷെ രോഗം മൂർച്ഛിച്ചു പോകുന്തോറും അദ്ദേഹത്തിന്റെ അടുക്കലുള്ള പലരും അദ്ദേഹത്തെ അകന്നു പോവുകയാണ്. സ്വന്തം ഭാര്യ ഡൈവോഴ്സ് ചെയ്തു പോയി, തനിക്കുണ്ടായിരുന്ന ജോലി നഷ്ടപ്പെട്ടു, ഒരുപാട് ദിവസം ലീവ് എടുക്കേണ്ടി വന്നതുകൊണ്ട് തന്നെ താൻ ഒറ്റപ്പെട്ട് ഹോസ്പിറ്റലിന്റെ ICUയിൽ മാത്രം കഴിയുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ക്യാൻസർ രോഗ വിദഗ്ധൻ അദ്ദേഹത്തിന്റെ ഈ ലേഖനത്തിൽ തുടരുമ്പോൾ പറയുന്നുണ്ട്, ഇദ്ദേഹത്തിന് ഒരു മെയിൽ വരികയാണ്. ആ ഇമെയിൽ അയക്കുന്നത് ഈ രോഗിയായ ഡോക്ടറുടെ സഹോദരനാണ്. ആ സഹോദരൻ ഇമെയിലോട് ചോദിക്കുന്ന കാര്യം, എന്റെ ജ്യേഷ്ഠന് ഇനി എത്ര ദിവസം ബാക്കിയുണ്ടാവും, എത്ര ദിവസം ബാക്കിയുണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചില പ്ലാനുകൾ ഉണ്ടാക്കാനാണ്. ഏകദേശം ഒരാഴ്ചയാണ് എനിക്ക് ലീവ് കിട്ടുള്ളൂ. അപ്പോ അദ്ദേഹം മരണപ്പെടുന്ന അടുത്ത ആഴ്ചയാണെങ്കിൽ എനിക്ക് ഇപ്പോൾ തന്നെ വരാലോ. ഇപ്പൊ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തെ ഒന്ന് കാണുകയും ചെയ്യാം, വേണ്ട മരണപ്പെടുന്ന സമയത്ത് കൂടെ ഉണ്ടാവുകയും ചെയ്യാം, ശേഷം അദ്ദേഹത്തിന്റെ അടക്കവും കർമ്മങ്ങളും ഒക്കെ ചെയ്യുകയും ചെയ്യാം, തിരിച്ചു മടങ്ങുകയും ചെയ്യാം എന്ന രൂപത്തിൽ ഇദ്ദേഹത്തിന്റെ അനിയന്റെ ഒരു മെയിൽ മാത്രമാണ് വന്നത് എന്ന് ഈ ഡോക്ടർ പരിതപിക്കുന്നുണ്ട്. അതായത് ഒരു വ്യക്തി മരണപ്പെടുന്നതിൽ എത്ര ഫേമസ് ആയ, ലോകത്തെ ഏറ്റവും പ്രശസ്തനായ ഒരു ഹൃദ്രോഗ വിദഗ്ധനാണെങ്കിൽ പോലും
പിന്നീട് ഒരു മാറ്റവും അതിലുണ്ടാവുന്നില്ല. തന്റെ കൂടെയുള്ള ആളുകൾ പോലും അദ്ദേഹത്തെ അവഗണിക്കുന്ന ഒരു കാഴ്ചയാണ് അദ്ദേഹം അതിനോട് പറഞ്ഞു വെച്ചത്. ശേഷം ഈ ക്യാൻസർ രോഗ വിദഗ്ധനായ ഡോക്ടർ, ഈ രോഗിയായിരുന്ന ഡോക്ടർ പിന്നെ താമസിച്ചിരുന്ന, അദ്ദേഹം ജോലി ചെയ്തിരുന്ന ആ ഹോസ്പിറ്റലിലേക്ക് ഒന്ന് വിളിച്ചു ചോദിക്കുന്നുണ്ട്. ഒരു അറിയാത്ത ഒരാളെ പോലെ അദ്ദേഹം വിളിച്ചു ചോദിക്കുകയാണ്, ഇന്ന ഒരു കാർഡിയോളജിസ്റ്റിനെ എനിക്കൊരു ബുക്കിംഗ് വേണമായിരുന്നു, ഒരു അപ്പോയിന്റ്മെന്റ് ഒന്ന് തരാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോ ആ ഹോസ്പിറ്റലിൽ നിന്നും റിസപ്ഷനിൽ അദ്ദേഹത്തിന് തിരിച്ചു കിട്ടിയ മറുപടി, ആ ഡോക്ടർ ഇപ്പോൾ സർവീസിലില്ല, അദ്ദേഹത്തെക്കാൾ മികച്ച ഒരു നല്ലൊരു ഡോക്ടർ ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്, നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ സേവനം വേണമെങ്കിൽ ഞങ്ങൾ ലഭ്യമാക്കാം, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് ഒരു മറുപടി കൊടുക്കുന്ന വാർത്തയും കേട്ടു. ആ ഡോക്ടർ പിന്നീട് മരണപ്പെടുകയാണ്. ഞാൻ ഈ ഒരു വിഷയം ഇവിടെ ആദ്യം പറയാനുള്ള കാരണം, നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത്, ഞാനും നിങ്ങളുമൊക്കെ ഇത്തരം ചില സാഹചര്യങ്ങളിലൂടെ ഇന്നല്ലെങ്കിൽ നാളെ കടന്നു പോകേണ്ട ആളുകളാണ്. മരണം എന്നത് നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ എത്ര ഫേമസ് ആണ്, എത്ര പ്രശസ്തനാണ്, എത്ര വലിയ സ്ഥാനങ്ങൾ അലങ്കരിക്കുന്ന ആളാണ്, ഇന്നൊന്നും നമ്മുടെ മരണത്തിന് മുമ്പിൽ യാതൊന്നിനും സ്ഥാനമില്ല എന്ന കാര്യം നാം തിരിച്ചറിയേണ്ടതുണ്ട്. ചിലരൊക്കെ ആലോചിക്കുക, ഇങ്ങനെ നമ്മളോട് മരിച്ചു കഴിഞ്ഞാൽ, സഹോദരങ്ങളെ, നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇരുന്ന ചെയറിൽ സ്വാഭാവികമായും മറ്റൊരാൾ അവിടെ കയറി വരും. ആ ചെയറിൽ ഇരിക്കാൻ മറ്റൊരാൾ ഉണ്ടാവും. നമ്മൾ നമസ്കരിച്ചിരുന്ന നമ്മുടെ പള്ളിയിലെ ഒന്നാം സൊഫിലാണ് നമ്മൾ സ്ഥിരമായി ഇരിക്കാറുള്ളതെങ്കിൽ ആ ഒന്നാമത്തെ സൊഫിൽ നമ്മുടെ സ്ഥാനത്ത് മറ്റൊരാൾ അവിടെ കടന്നു വരും. നമ്മുടെ കുടുംബത്തിന്റെ കാര്യങ്ങൾ നോക്കാൻ നമ്മളല്ലാത്ത മറ്റൊരാൾ അവിടെ കടന്നു വരും. ഏതെങ്കിലുമൊക്കെ നിലയ്ക്ക് അവർ മുന്നോട്ട് പോകും. ചിലർക്കൊക്കെ ഒരു ആശങ്ക, നമ്മളവിടെ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഭാര്യ എന്താ ചെയ്യാം, നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട നമ്മുടെ ഉമ്മ ഉപ്പ നമ്മുടെ മക്കൾ അവരൊക്കെ എന്താ ചെയ്യാ എന്ന ആശങ്ക മാത്രമാണ് പലപ്പോഴും മരണത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഭൂരിഭാഗം ആളുകൾക്കും ഉള്ളത്. സഹോദരങ്ങളെ, നമ്മുടെ മക്കൾ ഒരുപക്ഷെ നമ്മളങ്ങോട്ട് മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ മരണശേഷമാവും അത്രയും കാലം മോശപ്പെട്ട് നടന്ന നമ്മുടെ മകൻ നന്നാവുക. ഉപ്പ മരണപ്പെട്ട് കഴിഞ്ഞു, എനിക്ക് ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട് എന്ന ബോധ്യം അപ്പോഴായിരിക്കാം അവന് വരിക. നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഭാര്യ ഇതാ കാലഘട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു വ്യക്തിയെ അവന്റെ ഭാര്യയായി മാറാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. നമ്മൾ മരണപ്പെട്ടാൽ നമ്മുടെ ഉമ്മയും ഉപ്പയും എല്ലാവർക്കും ആവശ്യമായ സേവനങ്ങളും സൗകര്യങ്ങളും നമ്മുടെ നാട് വെച്ച് അങ്ങനെയാണ്. അത്രയധികം സേവന സന്നദ്ധ പ്രവർത്തനങ്ങളാൽ സജീവമാണ് നമ്മുടെ നാടിന്. അൽഹംദുലില്ലാ. ഞാൻ പറഞ്ഞത്, ഇങ്ങനെയൊക്കെ എന്ത് പ്രയാസമുണ്ടെങ്കിലും അതൊക്കെ നമ്മുടെ മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ബാക്കിയുള്ളവരെ എങ്ങനെ ബാധിക്കും എന്നാണ് പലപ്പോഴും നമ്മുടെയൊക്കെ ചിന്ത. എന്നാൽ ഗൗരവത്തിൽ നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത്, നമ്മളങ്ങോട്ട് മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ആ ഖബറിന്റെ അടുക്കൽ എത്തുമ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത്, നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ മയ്യത്ത് ഒരു ആടി ഉറിയുന്ന കട്ടിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയി നമ്മളെ പള്ളിയുടെ ഖബർസ്ഥാനിലേക്ക് ഇറക്കി വെച്ചുകൊണ്ട് ശേഷം അവിടെ കൂടിയിരിക്കുന്ന ആളുകളെല്ലാം ഒരു 3 പിടി മണ്ണ് വാരിയിട്ട് കഴിഞ്ഞാൽ ആ മണ്ണ് വാരിയിട്ട കൈ ഇങ്ങനെ ഒരു പൊടി തട്ടുന്ന ഒരു രംഗമുണ്ട്. കയ്യിലായ ആ പൊടിപടലങ്ങൾ തട്ടിക്കളഞ്ഞ് ഓരോ വ്യക്തിയും തിരിച്ചു മടങ്ങി ഏറ്റവും അവസാനത്തെ വ്യക്തിയും ആ പള്ളിക്കാട്ടിൽ തിരിച്ചു വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒറ്റയ്ക്കാണ്. ഒരു വ്യക്തിയും നമ്മെ സഹായിക്കാനില്ല. ഒരു പദവിയും ഒരു ജോലിയും ഒരു നേട്ടവും ഒരു സർട്ടിഫിക്കറ്റുകളും നമ്മുടെ കൂടെ ഇല്ലാത്ത ആ ലോകം, അവിടേക്ക് നമ്മൾ എന്ത് നേടി എന്ന ചോദ്യമാണ് ഏറ്റവും പ്രസക്തമാവുന്നത്. തീർച്ചയായും ഒരു റമദാനിന് തൊട്ടരികെ നിൽക്കുമ്പോൾ നമ്മൾ ഇത്തരം ചോദ്യങ്ങൾ നമ്മോട് സ്വയം ചോദിച്ചു നോക്കേണ്ടതുണ്ട്. എവിടെയാണ് ജീവിതത്തിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടത്? നമ്മുടെ ഖബറിൽ നമ്മൾ ഒറ്റയ്ക്കാവുമ്പോൾ അവിടെ നമുക്ക് കൂട്ടായി എത്തുന്ന എത്രമാത്രം കർമ്മങ്ങളുണ്ട് എന്റെ ജീവിതത്തിൽ ഞാൻ നേടിയെടുത്തത് എന്ന ചോദ്യം നമ്മൾ ചോദിക്കേണ്ടതുണ്ട്. അതിനുള്ള ഏറ്റവും നല്ല ഒരു മികച്ച അവസരമാണ് യഥാർത്ഥത്തിൽ റമദാൻ. വമ്പിച്ച ഓഫറുകളാണ് സഹോദരങ്ങളെ. എത്ര വലിയ ഓഫർ, നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നതിനപ്പുറമുള്ള വലിയ ഓഫറുകൾ ചില മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ നമ്മളിലേക്ക് എത്താനിരിക്കുകയാണ്. എങ്ങനെയാണ് റമദാനിന് ഒരുങ്ങേണ്ടത് എന്ന് പണ്ഡിതന്മാരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട്, നമ്മുടെ വീട്ടിൽ നമ്മുടെ മകളുടെ അല്ലെങ്കിൽ മകന്റെ ഒരു കല്യാണം വരുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഒരു ഉപ്പ ഒരുങ്ങുക, ഒരു ഉമ്മ ഒരുങ്ങുക, അതുപോലെ ആയിരിക്കണം നമ്മൾ റമദാന് വേണ്ടി ഒരുങ്ങേണ്ടത്. നമുക്കപ്പോ മറ്റൊന്നൊരു പ്രശ്നമായിരിക്കില്ല. നമ്മുടെ ജോലിയോ സമ്പത്തോ നമ്മുടെ ലീവോ ഒന്നും നമുക്ക് പ്രശ്നമായിരിക്കില്ല. ആ രൂപത്തിൽ റമദാനിലേക്ക് മറ്റെല്ലാം മറന്നുകൊണ്ട് ഒരുങ്ങേണ്ടതുണ്ട് എന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. റമദാനെ പറ്റി അറിയുന്നവർ തന്നെ സലഫുകളുടെ ചരിത്രം കാണാൻ കഴിയും. റമദാനിന് 6 മാസം മുമ്പ് തന്നെ സലഫുകളായ ആളുകളെല്ലാം, പണ്ഡിതന്മാർ, നമ്മുടെ മുൻഗാമികൾ, അവർ റമദാനിന് വേണ്ടി ഒരുങ്ങാറുണ്ട്. റമദാനിന് 6 മാസം മുമ്പ് തന്നെ അവരുടെ പ്രാർത്ഥന ഉണ്ടാവുക, പടച്ചോനെ എങ്ങനെയെങ്കിലും ഈ ഒരു റമദാൻ ഒരു 6 മാസം അപ്പുറത്താണ്, ആ റമദാനിലേക്ക് എങ്ങനെയെങ്കിലും എത്തിക്കണം റബ്ബേ, അതിനുള്ള തൗഫീഖ്, അവിടെ ഏറ്റവും നന്നായി ഇബാദത്തുകൾ ചെയ്യാനുള്ള ആരോഗ്യവും ആയുസ്സും എനിക്ക് നൽകണേ റബ്ബേ എന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു പറയുന്നത്. ചില ആളുകളൊക്കെ ദിവസങ്ങൾക്ക് മുമ്പ് മാത്രം റമദാനിലേക്ക് വേണ്ടി ഒരുങ്ങുന്ന ആളുകളുണ്ട്. ഒരുപക്ഷെ ഭൂരിഭാഗം ആളുകളും അങ്ങനെയായിരിക്കാം. ഒരുപാട് മാസങ്ങൾക്ക് മുമ്പ് റമദാൻ ആലോചിച്ചു എന്ന് വരില്ല. പക്ഷെ അങ്ങനെ ഉള്ള ആളുകളിൽ നിന്നും അപ്പുറം ഇപ്പൊ ഏറ്റവും അവസാനം എത്തി നിൽക്കുന്നത് റമദാനിട്ട് തുടങ്ങിയാൽ മാത്രം റമദാൻ അറിയുന്ന ഒരു കൂട്ടം ആളുകളുമുണ്ട്. സഹോദരങ്ങളെ, നമ്മൾ റമദാനിലേക്ക് നേരത്തെ ഒരുങ്ങിയ ആളുകളാണ്, മാനസികമായി തയ്യാറെടുത്ത ആളുകളാണ്. തീർച്ചയായും ചില മാറ്റങ്ങൾ നമുക്ക് ഈ റമദാനിൽ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. പണ്ഡിതന്മാർ പറയുന്നുണ്ട്, റജബ് മാസം, ആ റജബിൽ നിങ്ങൾ വിത്ത് പാകണം. നിങ്ങളുടെ കൃഷിക്കുള്ള വിത്ത് പാകേണ്ട സമയമാണ് റജബ്. ഷഅബാനിൽ നിങ്ങൾ അത് നന്നായി നനച്ചുകൊണ്ട്, ഇപ്പൊ നമ്മൾ ഷഅബാൻ മാസത്തിലാണ്,
ഈ വിത്ത് നന്നായി നനച്ച് അതിനെ പരിചരിച്ചുകൊണ്ട് അവിടെ എന്തെല്ലാം കളകളുണ്ടോ ആ കളകളെല്ലാം പറിച്ചു നട്ടുകൊണ്ട് അത് മാറ്റിക്കൊണ്ട് അവിടെ എന്തെല്ലാം കേടുപാടുകളുണ്ടോ അതെല്ലാം പരിഹരിച്ചു പോകേണ്ട മാസമാണ് ഈ ശഅബാൻ. ശേഷം റമദാനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വിളവെടുപ്പ് തുടങ്ങുകയായി. നിങ്ങൾ വാരിക്കോരി എടുക്കുവിൻ ആ റമദാനിൽ നിന്നും എന്ന് പണ്ഡിതന്മാർ പറയുന്നത് കാണാൻ കഴിയും. അംർ ഇബ്നുൽ ഖൈസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, തൂബ ലിമൻ അസ്ലഹ നഫ്സഹു ഖബ്ല റമദാൻ. റമദാനിന് മുമ്പ് മനസ്സിനെ ശുദ്ധീകരിക്കാൻ കഴിഞ്ഞവരെ നിങ്ങൾക്ക് മംഗളം, നിങ്ങൾക്ക് അഭിനന്ദനങ്ങൾ എന്നാണ് പറയുന്നത്. റമദാനിന് മുമ്പ് തന്നെ മനസ്സിനെ ഏറ്റവും നിഷ്കളങ്കമായി അതിനുവേണ്ടി ഒരുങ്ങുവാനുള്ള രൂപം നമുക്ക് ഏവർക്കും ഉണ്ടാവേണ്ടതുണ്ട്. പലപ്പോഴും റമദാനിന് മുമ്പായിട്ട് പോലും, റമദാനിന് തൊട്ട് മുമ്പേറ്റ് നിൽക്കുമ്പോൾ പോലും പലരോടുമുള്ള പിണക്കങ്ങൾ, ദേഷ്യങ്ങൾ, വിദ്വേഷങ്ങൾ, അയൽപ്പക്ക ബന്ധത്തിലെ ചില വിള്ളലുകൾ, അല്ലെങ്കിൽ കുടുംബത്തിൽ തന്നെ ജ്യേഷ്ഠനും അനിയനും തമ്മിൽ, അല്ലെങ്കിൽ അമ്മായും അമ്മോനും തമ്മിൽ, അമ്മയമ്മയും മരുമകളും തമ്മിൽ, അല്ലെങ്കിൽ അമ്മോനും പിന്നെ മരുമകനും തമ്മിൽ പല രൂപത്തിലുള്ള ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ ഇപ്പോഴും നിഴലിച്ച് കാണാൻ കഴിയും. ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ മുന്നോട്ടുള്ള ഗമനത്തിൽ നമുക്ക് വലിയ തടസ്സമുണ്ടാക്കുമെന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. ബന്ധങ്ങളിൽ ഈ രൂപത്തിലുള്ള വിള്ളലുകൾ നമുക്കുണ്ടെങ്കിൽ നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കുകയില്ല എന്ന കാര്യം നമ്മൾ ഗൗരവത്തിൽ നേരത്തെ തിരിച്ചറിയേണ്ടതുണ്ട്. റമദാനിനെ സംബന്ധിച്ചിടത്തോളം നന്മകൾക്കുള്ള വലിയ രൂപത്തിലുള്ള തുറന്ന അവസരങ്ങളാണ് റമദാൻ ഒരുക്കുന്നത്. റമദാനിലെ ഓരോ രാത്രിയും ആകാശത്ത് നിന്ന് വിളിച്ചു പറയുന്നതാണ് പറയുന്നത്, യാ ബാഗിയൽ ഖൈർ അഖ്ബിൽ യാ ബാഗിയൽ ശർ അഖ്സിർ. യാ ബാഗിയൽ ഖൈർ, നന്മ ആഗ്രഹിക്കുന്നവരെ അഖ്ബിൽ, നിങ്ങൾ മുന്നോട്ട് കടന്നു വരിക. യാ ബാഗിയൽ ശർ, തിന്മ ആഗ്രഹിക്കുന്ന ആളുകളെ അഖ്സിർ, നിങ്ങൾ ചുരുക്കുക, അത് ഇല്ലാതാക്കുക, അതെങ്ങനെയെങ്കിലും ഒഴിവാക്കുക എന്നാണ് റമദാനിലെ ഓരോ രാത്രിയും വിളിച്ചു പറയുന്നത്. അതുകൊണ്ട് കഴിഞ്ഞ റമദാനുകളെ പോലെ ആവുകയില്ല എന്റെ ഈ ഒരു റമദാൻ. കഴിഞ്ഞ റമദാനുകൾ എത്രത്തോളം ഞാൻ പുണ്യങ്ങൾ നേടിയോ, എത്ര നമസ്കാരങ്ങൾ ചിട്ടയായി ജമാഅത്തായി നമസ്കരിച്ചുവോ അതിനേക്കാൾ ഒരു നമസ്കാരമെങ്കിലും ഏറെ നമസ്കരിക്കാൻ, അതിനേക്കാൾ ഒരു 10,000 രൂപയെങ്കിലും അല്ലെങ്കിൽ 1000 രൂപയെങ്കിലും ഒരു 500 രൂപയെങ്കിലും അധികം സ്വതക്ക ചെയ്യുവാൻ, എത്രയാണ് നമുക്ക് കഴിഞ്ഞ റമദാനിൽ നേടിയെടുക്കാൻ കഴിഞ്ഞത് അതിനേക്കാൾ കൂടുതൽ നേടാനുള്ള ഒരു ത്വരയായിരിക്കും നമുക്ക് ഇപ്പോൾ ഈ സമയത്ത് ഉണ്ടാവേണ്ടത്. കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ പറഞ്ഞിരുന്നു, ഖബറാളികളായ ആളുകളോട് വിലാപം. ഖബറിൽ ജീവിക്കുന്ന, ഖബറിൽ ഇപ്പോൾ ഒറ്റയ്ക്കായി കഴിയുന്ന ആളുകളോട് അവരോട് ചോദിക്കുകയാണ്, ലതമന്നൗ, നിങ്ങൾ ആഗ്രഹിക്കുവിൻ, നിങ്ങൾക്ക് എന്താണോ മനസ്സിൽ തോന്നുന്നത് ആഗ്രഹിക്കും എന്ന് പറയുമ്പോൾ അവർ ആഗ്രഹിക്കും. ലതമന്നൗ യൗമൻ ഫി റമദാൻ, റമദാനിലെ ഒരു ദിവസമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് പറയുന്ന, റമദാനിലെ 30-ൽ ഏതെങ്കിലും ഒരു ദിവസം മാത്രം മതി റബ്ബേ എന്ന് അവർ പറയുന്ന ഒരു വിലാപത്തിലേക്ക് ഖബറാളികളുടെ വിലാപം പ്രവാചകൻ സ്വലം പഠിപ്പിച്ചിരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ റമദാൻ മുന്നിൽ നിൽക്കുമ്പോൾ ഒരു 30 ദിവസം നമ്മുടെ മുമ്പിൽ നിവർന്നു നിൽക്കുമ്പോൾ നമ്മൾ അതിന് മുമ്പുള്ള തയ്യാറെടുപ്പുകളെല്ലാം കൃത്യമായി നടത്താനും റമദാനിലൂടെ ഞാൻ നേടിയെടുക്കേണ്ടത് എന്താണ് എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം ഇപ്പോൾ തന്നെ കാണാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. റമദാനിലൂടെ നമ്മൾ നേടിയെടുക്കേണ്ട ഒന്നാമത്തെ സംഗതി അത് തഖ്വ തന്നെയാണ്. ലഅല്ലകും തത്തഖൂൻ, ഈ നോമ്പ് നിങ്ങൾക്കും നിങ്ങളുടെ മുൻഗാമികൾക്കും നിർബന്ധമാക്കിയിട്ടുള്ളത് ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാവാൻ വേണ്ടി തന്നെയാണ്. അതുകൊണ്ട് തഖ്വയുള്ളവരാവുക എന്ന ജീവിതത്തിൽ ചില കാര്യങ്ങളിലൊക്കെ ചില എഡിറ്റിങ്ങുകൾ വരുത്താൻ, ചില അഴിച്ചുപണികൾ നടത്താൻ, ചില പൊളിച്ചെഴുത്തുകൾ നടത്താൻ യഥാർത്ഥത്തിൽ റമദാൻ നമുക്ക് വലിയ അവസരം ഒരുക്കി തരുന്നു എന്നുള്ളതാണ്. മാറ്റങ്ങൾ അനിവാര്യമാണ്. സാധാരണ മനുഷ്യരെന്ന നിലയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ സംഭവിച്ചേക്കാം. തെറ്റുകളും കുറ്റങ്ങളും നമ്മുടെ കണ്ണുകൊണ്ടും കാതുകൊണ്ടും നമ്മൾ ഒറ്റയ്ക്കാവുന്ന സമയത്തും അല്ലാതെയും ഒക്കെ തെറ്റുകൾ ചെയ്തേക്കാം. ആ തെറ്റുകളെല്ലാം കഴുകിക്കളയാനുള്ള വലിയ അവസരമാണ് റമദാൻ എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. തഖ്വ നേടിയെടുക്കാൻ, തഖ്വ എന്നാൽ എന്താണ് ചോദിക്കുന്നുണ്ട്. പണ്ഡിതന്മാർ പറയുന്നത് അത്തഖ്വ ഹിയ അൻ തജഅല ബൈനക വബൈന മഹാരിമില്ലാഹി ഹാജിസ. തഖ്വ എന്നാൽ അൻ തജഅല ബൈനക വബൈന മഹാരിമില്ലാഹി ഹാജിസ, നിങ്ങൾക്കും അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങൾക്കും ഇടയിൽ ഒരു വലിയ മറ സ്വീകരിക്കുന്നതിനെയാണ് തഖ്വ എന്ന് പറയുന്നത്. കാണിച്ചു, റമദാൻ മാസത്തിൽ പിശാചിനെ കെട്ടിയടക്കപ്പെടുന്ന, ബന്ധനസ്ഥനാക്കപ്പെടുന്ന ഒരു മാസമാണ് റമദാൻ. പിശാചിനെ കെട്ടിവെക്കപ്പെടുന്നത്, ബന്ധനസ്ഥനാക്കപ്പെടുന്നത് നമുക്ക് തിന്മകളിലേക്ക് കൂടുതൽ പോകാനല്ല, ആ തിന്മകളിൽ നിന്ന് മാറി നിൽക്കാനുള്ള അവസരം തുറന്നു തന്നുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് റമദാൻ ഒരുക്കി തന്നിട്ടുള്ളത്. നമ്മൾ അറിയിക്കേണ്ടത് റമദാൻ എന്ന പുണ്യങ്ങൾ നേടിയെടുക്കാനുള്ള വിളനിലം ഒരുങ്ങിക്കഴിഞ്ഞു. ആ കൃഷി ഇങ്ങനെ കൊയ്തെടുക്കാനുള്ള എല്ലാ അവസരങ്ങളും തുറന്നു തന്നു കഴിഞ്ഞു. ഇനി എത്രത്തോളം നമ്മൾ നേടിയെടുക്കുന്നു എന്ന ചോദ്യമാണ് ഞാൻ നിങ്ങൾക്ക് സ്വയം ചോദിക്കേണ്ടത്. പക്ഷെ ഇപ്പോഴും മനുഷ്യരെന്ന നിലയ്ക്ക് തെറ്റുകളിൽ വീണ്ടും 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 അഭിനമിച്ചു പോകുവാൻ നമ്മുടെയൊക്കെ മനസ്സുകളിൽ എത്തുന്ന ചില ചിന്തകളുണ്ട്. ഒരുപാട് ആളുകൾ പലപ്പോഴും പറയാറുള്ള ചില ന്യായങ്ങളുണ്ട്. ഒന്നാമതായിക്കൊണ്ട് തെറ്റുകളിലേക്ക് പോകാൻ ആളുകൾ അവരെ പ്രേരിപ്പിക്കുന്ന കാര്യം എന്നുള്ളത് ഒന്ന്, അതിന് ചില ന്യായീകരണങ്ങളാണ്. ഒരു തെറ്റ് തെറ്റാണെന്ന് അറിയാത്തവരല്ല തെറ്റ് ചെയ്യുന്നത്. ആ തെറ്റ് ചെയ്തു കഴിഞ്ഞാലും അതിനെ വീണ്ടും വെളുപ്പിച്ചെടുക്കുന്ന, അതിപ്പോ എന്താ പ്രശ്നം? അതിപ്പോ ഞാൻ കടം അധികം, എനിക്ക് ഒരുപാട് കടം വന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ പലിശയ്ക്ക് വീണ്ടും പൈസ എടുത്തത്. പലിശ ഹറാമാന്നൊക്കെ എനിക്കറിയാം, പക്ഷെ വീണ്ടും പലിശയ്ക്ക് പൈസ എടുക്കാനുള്ള കാരണം എനിക്ക് കടം കൊണ്ട് അത്രയും വീർപ്പുമുട്ടിയതുകൊണ്ടാണ്. ഒരു ന്യായം ഉണ്ടാക്കുക, ആ തെറ്റിനെ നോർമൽ ആക്കാനുള്ള, അതിനെ സാധൂകരിച്ചെടുക്കാനുള്ള ഒരു ന്യായം ഉണ്ടാക്കിക്കൊണ്ട് തിന്മ വീണ്ടും വീണ്ടും ചെയ്തു പോകുന്ന ആളുകൾ. ചില ലഹരി വസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾ പറയാറുണ്ട്, അതിപ്പോ എല്ലാവരും ചെയ്യണല്ലേ,
ഇന്നത്തെ കാലത്തൊക്കെ ആരാത്ത ചെയ്യാത്തത് എന്ന് പറഞ്ഞ് അതിനെ നോർമൽ ആക്കിക്കൊണ്ട് അതിലേക്ക് അതൊരു ന്യായം പറഞ്ഞു പോകുന്നൊരവസ്ഥ. ഞാൻ പറയുന്നത് ശൈത്താൻ എന്ന ആ സൃഷ്ടിയെ ശൈത്താൻ പലപ്പോഴും നമുക്ക് സയ്യനലഹും അമാലഹും നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ ഇങ്ങനെ അലങ്കരിച്ചുകൊണ്ട് ഷുഗർ കോട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാകുന്ന സൃഷ്ടിയാണ് ശൈത്താൻ. ആ ശൈത്താനെ ബന്ധനസ്ഥനാക്കപ്പെടുന്ന ഈ ഒരു മാസത്തിൽ തീർച്ചയായും നമ്മൾ തിന്മകളിൽ നിന്ന് തിരിഞ്ഞു നടക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇതുപോലെ തന്നെ തിന്മകൾ ചെയ്യുന്ന ആളുകൾ പറയുന്ന ഒരു ന്യായമാണ് സമയമായിട്ടില്ല. നേരത്തെ പറഞ്ഞ ആ ചിന്തകളൊന്നുമില്ലാതെ തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ സമയമായിട്ടില്ല. ഞാനിപ്പോ ഈ ഒരു പ്രായമൊക്കെ അല്ലേ, ഈ ഒരു യുവത്വമായ ഒരു പ്രായമൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചൊക്കെ ഒരു പ്രായമായതിനു ശേഷം അപ്പൊ ഞാൻ നന്നാവാം, പിന്നെയാവാം, കുറച്ചായിട്ട് കഴിയട്ടെ എന്ന് പറയുന്ന ആളുകൾ. സൗദി അറേബ്യയിലെ നമ്മുടെ അറിയുന്ന ഒരു വ്യക്തി, അദ്ദേഹം പറഞ്ഞൊരു അനുഭവം ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു പ്രായമായ വ്യക്തിയാണ്. അവിടെ സൗദിയിലെ ഒരു പ്രവിശ്യയിൽ ഇസ്ലാമികമായ ക്ലാസ്സുകളൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്ന, ഏകോപിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം എല്ലാവരെയും ക്ലാസ്സുകളിലേക്ക് ക്ഷണിക്കാറുണ്ട്. അപ്പോ വളരെ പെട്ടെന്ന് ഈ അടുത്ത് മാത്രം സൗദിയിലേക്ക് എത്തിയ ഒരു ഡ്രൈവർ ജോലിക്ക് വേണ്ടി എത്തിയ ഒരു യുവാവ്, അദ്ദേഹം ഇതുപോലെ തന്നെ യുവാവാണ്, ചെറിയ പ്രായമുള്ളൂ, 10-20 വയസ്സേ ഉള്ളൂ. ഇവിടെ ജോലി കിട്ടാത്തതുകൊണ്ട് സൗദിയിലേക്ക് എത്തിയതാണ്. അദ്ദേഹത്തെ അടുക്കൽ പോയി പറയുന്നുണ്ട്, മോനെ ഒരു ക്ലാസ് ഇവിടെ സംഘടിപ്പിക്കുന്നുണ്ട്, എല്ലാ ആഴ്ചയുണ്ട്, നീ അങ്ങോട്ട് വരണം കേട്ടോ എന്ന് പറഞ്ഞ ആ കുട്ടിയെ ക്ഷണിക്കാൻ പോയപ്പോ അവൻ പറയുന്നുണ്ട്, ഈ ക്ലാസ്സിൽ ക്ഷണിക്കാൻ പോയ വ്യക്തിയോട് തിരിച്ച് അദ്ദേഹം ആ വ്യക്തി പറയുന്നുണ്ട്, കാക്ക നിങ്ങൾ കാര്യം നോക്കി പോയി കാണി, ഞാനിപ്പോ ഈ ഒരു പ്രായമാണ്, ഇവിടെ വന്ന് കയറിയിട്ടുള്ളൂ, ഇപ്പൊ തന്നെ ഖുർആൻ ക്ലാസ് ഒക്കെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ അതൊക്കെ ഒരു പ്രായമാവട്ടെ, നിങ്ങളെ പോലെ ഒരു തന്തയൊക്കെ ആവട്ടെ, അപ്പൊ ഞാൻ നോക്കിക്കോളാം എന്ന് ആ സുഹൃത്ത് ഇദ്ദേഹത്തോട് പറയുണ്ടായി. ശേഷം അദ്ദേഹം ഡ്രൈവ് ചെയ്ത് ഇങ്ങനെ പോവാണ്. ഈ ക്ലാസ്സിലേക്ക് പോയ വ്യക്തി പിന്നീട് കേൾക്കുന്ന ഒരു വാർത്തയാണ്, ഒരു കാർ ആക്സിഡന്റ് ആയിട്ടുണ്ട്. ആ ആക്സിഡന്റ് ആരാന്ന് അന്വേഷിക്കാൻ വേണ്ടി ഒരു മലയാളിയാണെന്ന് മാത്രം അറിഞ്ഞു. അവിടെ പോയി നോക്കിയപ്പോ ഇദ്ദേഹം ക്ലാസ്സിലേക്ക് ക്ഷണിച്ച ആ സുഹൃത്ത് അവിടെ കത്തിയെരിഞ്ഞുകൊണ്ട് ആ ഡ്രൈവിംഗ് സീറ്റിനും ആ സ്റ്റിയറിംഗിനും ഉള്ളിൽ കത്തിയെരിഞ്ഞ ആളെ പോലും തിരിച്ചറിയാൻ കഴിയാത്ത രൂപത്തിലേക്ക് അവിടെ കത്തിയമർന്നൊരു കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. പിന്നെയാവാം, കുറച്ചു കഴിയട്ടെ, പ്രായമാവട്ടെ എന്ന് പറയുന്ന ആളുകളുടെ എല്ലാം അവസ്ഥ ഇത് തന്നെയായിരിക്കും. ഒരുപാട് ഉദാഹരണം നമുക്ക് തന്നെ അറിയാൻ കഴിയും. ഒരു അസുഖവും ഇല്ലാത്ത, യാതൊരു പ്രശ്നവുമില്ലാത്ത ആളുകൾ, ജസ്റ്റ് ചെറിയൊരു ബുദ്ധിമുട്ട് വന്നേ ഉള്ളൂ, അത് അറ്റാക്കാണ്, അതിങ്ങനെ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നു, ബൈപ്പാസ് ചെയ്യുന്നു, ഒരു പ്രശ്നവുമില്ലാത്ത ആളുകൾ വളരെ പെട്ടെന്ന് തന്നെ സ്ട്രോക്ക് വന്നൊക്കെ മരണപ്പെട്ടു പോകുന്ന എത്ര കാഴ്ചകളുണ്ട്. ഞാൻ പറഞ്ഞ ഇത്ര എളുപ്പത്തിൽ നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രയാസങ്ങൾ നേരിടാൻ നമുക്ക് സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇപ്പോഴാണ് മാറേണ്ടത്, ഇപ്പോഴാണ് തിന്മകളോട് വിട പറയേണ്ടത് എന്ന ബോധ്യം നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. പിന്നെ ചില ആളുകൾക്ക് പറഞ്ഞൊരു ന്യായമാണ്, അതിപ്പോ അള്ളാഹു പുറത്തു തരുമല്ലോ, അള്ളാഹു വിശാലമായിട്ട് പൊറുക്കുന്ന വ്യക്തിയല്ലേ, അള്ളാഹു നമുക്ക് വേണ്ടി എല്ലാം, പിന്നെ ഗഫൂറായ റബ്ബല്ലേ, അതുകൊണ്ട് എല്ലാം പുറത്തു വരും, കുറച്ചൊക്കെ തെറ്റിയതാലും കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്ന ആളുകളെയും കാണാൻ സാധിക്കും. സഹോദരൻ, നമ്മൾ തിരിച്ചറിയേണ്ട ഇവിടെ ഓതി വെച്ച ആയത്തിൽ നബ്യ ഇബാദി അന്നി അനൽ ഗഫൂറുർ റഹീം, ആ ആയത്തിന് തുടർന്ന് അള്ളാഹു പറയുന്നുണ്ട് വഅന്ന അദാബി ഹുവൽ അദാബുൽ അലീം. തീർച്ചയായും നബ്യ ഇബാദി, നബിയെ താങ്കൾ ഈ വിവരം അറിയിക്കുക, അന്നി അനൽ ഗഫൂറുർ റഹീം, അള്ളാഹു നാം ഏറ്റവും പൊറുക്കുന്നവനാണ്, നാം കരുണാനിധിയുമാണ്. ശേഷം അള്ളാഹു പറയാണ് വഅന്ന അദാബി, തീർച്ചയായും എന്റെ ശിക്ഷ എന്ന് പറയുന്നത് ഹുവൽ അദാബുൽ അലീം, തീർച്ചയായും അത് തന്നെയാണ് വേദനയേറിയ ശിക്ഷ എന്ന് അള്ളാഹു പറയുന്നുണ്ട്. അള്ളാഹു എല്ലാം പൊറുക്കുന്നവനാണ്, എല്ലാം നമുക്ക് പുറത്തു തരുന്ന അള്ളാഹുവിന്റെ കാരുണ്യം അത്രത്തോളം വിശാലമാണ്. എങ്കിൽ അതിൽ തുടർന്ന് അള്ളാഹു പറഞ്ഞത് അവർക്ക് വേദനയേറിയ ശിക്ഷയെ പറ്റിയും മുന്നറിയിപ്പ് കൊടുക്കുക എന്നുള്ളതാണ്. സഹോദരങ്ങളെ, നമുക്ക് വലിയ പ്രതീക്ഷയാണ് ഉണ്ടാവേണ്ടത്. ജീവിതത്തിൽ സംഭവിച്ചപ്പോൾ തെറ്റുകളെല്ലാം അള്ളാഹു പുറത്തു തരും എന്നുള്ള പ്രതീക്ഷയാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. അതോടൊപ്പം നാളെ അള്ളാഹുവിന്റെ ശിക്ഷകളെ ഓർത്തുകൊണ്ടുള്ള ഭയവും നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട് എന്നാണ് സൂറത്തുൽ ഹിജ്റിൽ ഈ ഒരു ആയത്ത് നമുക്ക് പഠിപ്പിച്ചിരുന്നത്. അതുപോലെ തന്നെ ചില ആളുകൾക്ക് ഒരു ന്യായം, അത് ദുനിയാവിലെ വിഭവങ്ങളൊക്കെ നേടിയെടുക്കാനുള്ള വലിയൊരു അവസരം, അതുകൊണ്ട് മാത്രമേ ഇത് ചെയ്യുന്നത് എന്ന് പറയുന്ന ആളുകൾ കാണാൻ സാധിക്കും. ചിലരൊക്കെ മറ്റുള്ളവരെ ഉപദേശിക്കുക, നീ ഇങ്ങനെ ഈ ഹക്കും പാത്രമൊക്കെ നോക്കി നടന്നോ, നിന്നെ പോലുള്ള മറ്റൊരാൾ അപ്പുറത്ത് ബിസിനസ് ഒക്കെ വളരെ ഉന്നതിയിൽ എത്തിയിട്ട് അദ്ദേഹം വലിയ ഷോപ്പിംഗ് മാളൊക്കെ തുടങ്ങിയിട്ടുണ്ട്, സ്വന്തമായ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് മാളൊക്കെ തുടങ്ങി അദ്ദേഹത്തിന് കഴിഞ്ഞു, നീ ഇങ്ങനെ ഹക്കും പാത്രത്തിലും ഹറാമും ഹലാലൊക്കെ നോക്കി നടന്നോ എന്ന് പറയുന്ന ഉപദേശത്തെ കാണാൻ കഴിയും. നാം മനസ്സിലാക്കേണ്ടത്, ആ ഹക്കും ബാത്തിലും ഹറാമും ഹലാലും നോക്കി അതനുസരിച്ച് മുന്നോട്ട് പോകുന്ന വ്യക്തിക്ക് അദ്ദേഹത്തിന് ഉണ്ടാവുന്ന ബർക്കത്ത് മറ്റൊരാൾക്കും ലഭിക്കുകയില്ല. മറ്റൊരാൾക്ക് എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് വളരെ നശ്വരമായിരിക്കും എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. അത് എപ്പോൾ വേണമെങ്കിലും പൊടിഞ്ഞില്ലാതായി പോകാൻ കഴിയുന്ന അനുഗ്രഹങ്ങളായിരിക്കും, അള്ളാഹുവിന്റെ പരീക്ഷണം മാത്രമായിരിക്കും എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് എവിടെയാണോ അള്ളാഹുവിന്റെ കൽപ്പനകളുള്ളത് അവിടെ നമ്മളും അതിന് കീഴൊതുങ്ങിക്കൊണ്ട് ജീവിക്കണം എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം. ചില ആളുകളൊക്കെ തെറ്റിൽ അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അതിലൊരു സുഖം കണ്ടെത്തുന്ന ആളുകൾ കാണാൻ കഴിയും. തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ തെറ്റിൽ നിന്ന് ലഭിക്കുന്ന ഒരു സുഖം, ആ ഒരു ആനന്ദം, ആ ഒരു ആസ്വാദനത്തിൽ മുഴുകിപ്പോകുന്ന ആളുകൾ, ആ ആസ്വാദനം പിന്നീട് ഇവരെ ആ ആസ്വാദനത്തിന്റെ അടിമകളാക്കി മാറ്റുന്നു എന്നുള്ളതാണ്. അവർക്ക് പിന്നെ മറ്റൊന്നും പ്രശ്നമില്ല. എന്ത് തെറ്റുകൾ ചെയ്തു പോകുമ്പോഴും അതിലൂടെ ലഭിക്കുന്ന സുഖത്തിന് അടിമയാവുന്ന ഒരു വ്യക്തി പിന്നീട് ആ തെറ്റിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയാത്ത രൂപത്തിലേക്ക് അദ്ദേഹം ആ തെറ്റ് അവനെ അടിമയാക്കി കളയുമെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. നോക്കൂ, പിന്നെ വീട്ടിൽ നിന്നും ഒളിച്ചോടുന്ന ഉമ്മമാരെ കാണാൻ കഴിയും. പൂർവ്വ വിദ്യാർത്ഥി സമൂഹത്തിൽ മറ്റൊക്കെ പോയിട്ട് അവിടെ തന്റെ കൂടെ പഠിച്ച, ചെറിയ പ്രായത്തിൽ തന്നെ ഒപ്പം പഠിച്ചിരുന്ന, അപ്പൊ ചെറിയൊരു ബന്ധമൊക്കെ ഉണ്ടായിരുന്ന ആളുമായിട്ട് ഇപ്പോ 2-3 മക്കളും പേരക്കുട്ടികളൊക്കെ ആയിട്ടുള്ള ഉമ്മമാരെ ഒളിച്ചോടി പോകുന്ന കാഴ്ചകൾ കാണാൻ കഴിയും. എത്രത്ര റിപ്പോർട്ടുകളാണ്.
ഞാൻ പറയാം, അങ്ങനെയുള്ള ആളുകൾ തോന്നിക്കുന്നത് സ്വന്തം മക്കളെ അവർ ആലോചിക്കില്ല, അവർക്ക് മുമ്പിലുള്ള തന്റെ ഉത്തരവാദിത്തങ്ങൾ ആലോചിക്കില്ല, ഭർത്താവിനുള്ള സ്നേഹത്തെ പറ്റി ആലോചിക്കില്ല. ഇതെല്ലാം മാറി അവിടെ തൊട്ടു മുമ്പിൽ കാണുന്ന ആ കാമുകൻ, ആ തെറ്റ് ആ വ്യക്തിയെ അടിമയാക്കി മാറ്റുകയാണ്. എല്ലാ തിന്മകളും ഇതുപോലെ തന്നെയാണ്. എന്ത് തിന്മകൾ ചെയ്താലും, ലഹരിയാവട്ടെ മറ്റെന്ത് തോന്നിയവാസങ്ങളാവട്ടെ, അതെല്ലാം ചെയ്തു പോകുന്ന ആളുകൾ ആ തിന്മയ്ക്ക് അടിമയായി മാറുമ്പോൾ പിന്നീട് ആ തിന്മയിൽ മുഴുകി 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 ഒരുപക്ഷെ രാത്രിയിൽ വേണ്ടാത്ത കാഴ്ചകൾ കാണുന്ന ആളുകളാണെങ്കിൽ ആ തിന്മയുടെ അടിമയായിക്കൊണ്ട് അത് നിരന്തരം കാണാനുള്ള ഒരു പ്രേരണയാണ് അത്തരം ആളുകൾക്ക് ഉണ്ടാവുക. അതുകൊണ്ട് തിന്മയിൽ നിന്ന് മാറി നടക്കാനുള്ള ഏറ്റവും നല്ല അവസരമാണ് റമദാൻ. നമ്മുടെ കൂട്ടുകാരായിരിക്കാം, നമ്മുടെ സാഹചര്യങ്ങളായിരിക്കാം, എല്ലാവരും ഇങ്ങനെ നോർമലൈസ് ചെയ്യുന്ന, എന്നും പത്രത്തിൽ ഇങ്ങനെ എന്നും അക്രമങ്ങളും കൊലപാതകങ്ങളും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിപ്പോ എന്താ എല്ലാവരും ഉള്ളതല്ലേ എന്ന് പറയുന്ന അത്തരം ചിന്താഗതിയായിരിക്കാം. ഇതിൽ എവിടെയാണോ നമ്മുടെ തിന്മകളുള്ളത് ആ തിന്മകൾ അവിടെ നിന്ന് പറിച്ചു നട്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അതൊരു സ്ഥാനവും ഉണ്ടാവുകയില്ല എന്ന് ഉറപ്പിക്കാനും നന്മ ചെയ്യാനുള്ള പ്രേരണ ഉണ്ടാവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. സഹോദരൻ, നമ്മുടെ ജീവിതത്തിൽ ബാക്കിയുള്ള ഇസ്ലാം അല്ലാത്ത മറ്റേത് ദർശനത്തിൽ വിശ്വസിക്കുന്ന ആളുകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് പരലോകമുണ്ട് എന്ന ബോധ്യമാണ്. നാളെ മരണമുണ്ട് എന്നും ആ മരണശേഷം രക്ഷാശിക്ഷകളുടെ ഒരു ലോകം വരാനുണ്ട് എന്നുമുള്ള ബോധ്യമാണ് നമ്മൾ അവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ എപ്പോൾ വേണമെങ്കിലും നമ്മുടെ മിടിച്ചുകൊണ്ടിരിക്കുന്ന ഹൃദയം അത് നിലച്ചു പോകാം. നമുക്ക് വേണ്ടി നമ്മുടെ രക്തം മൊത്തം ശുദ്ധീകരിച്ചു പോകുന്ന ആ കിഡ്നി അതിന്റെ പണി മുടക്കാം. ശേഷം ഡയാലിസിസും മറ്റൊക്കെ ആയിട്ട് കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയയും മറ്റൊക്കെ ആയിട്ട് പോകേണ്ടി വരും. ലക്ഷങ്ങൾ ചെലവുള്ള, ഒരുപക്ഷെ അത് ചെയ്താൽ പോലും വിജയിക്കുമെന്ന് ഉറപ്പില്ലാത്ത അത്തരം അവസ്ഥകളിലേക്ക് നമ്മളും എത്തപ്പെട്ടേക്കാം. അങ്ങനെ പോകുന്നതിന് മുമ്പ് നമുക്ക് ചില തിരിച്ചറിവുകൾ ഉണ്ടാവേണ്ടതുണ്ട്. മനസ്സിലാക്കൂ, ഒരു ഉമ്മ അറിയില്ല, ഉപ്പ മകന് ബൈക്ക് വാങ്ങി കൊടുക്കുകയാണ്. ആ മകൻ ബൈക്ക് വാങ്ങി കൊടുത്ത ആ ബൈക്കിൽ വളരെ മോശപ്പെട്ട ഒരു കാര്യത്തിന് വേണ്ടിയാണ് അവൻ പോകുന്നത്. അത് പോയി തിരിച്ചു വന്നപ്പോ ഈ ഉപ്പ അറിഞ്ഞു അവൻ മോശപ്പെട്ട തോന്നിയാസത്തിനെ പോയെന്നുള്ളത്. ആ ഉപ്പ എന്താ ചെയ്യാ? താൻ വാങ്ങിക്കൊടുത്ത ആ ബൈക്കിന് താക്കോലുണ്ട് വാങ്ങി വെക്കും. ആ ബൈക്കിന് മേലിൽ നീ ഉപയോഗിക്കരുത് എന്ന് പറയും. സഹോദരങ്ങളെ ആലോചിക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വേണ്ട ഊണും ഉറക്കവും, നമുക്ക് വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും, ഈ ഭൂമിയിൽ സന്തോഷവും സമാധാനവും നല്ല ആരോഗ്യവും എല്ലാം അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. ഈ അള്ളാഹു തീരുമാനിക്കുകയാണ്, നമ്മൾ ചെയ്യുന്ന തോന്നിവാസങ്ങൾ നിമിത്തം അള്ളാഹു തീരുമാനിക്കുകയാണ് ഇവനൊന്നുകൊണ്ട് പിടിക്കണം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ നിഷ്പ്രയാസം വളരെ പൊടുന്നനെ നമ്മളെല്ലാവരും അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകി പോകേണ്ട ആളുകളാണ്. അത്തരത്തിൽ അള്ളാഹു തീരുമാനിക്കുകയാണെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം അതിന് മുമ്പ് വളരെ നിസ്സാരമായ ചില കാരണങ്ങൾ മതി. ഒന്ന് ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ചെറിയൊരു മയക്കം വന്നു കഴിഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ നമ്മുടെയൊക്കെ ജീവിതം. അത്ര നിസ്സാരമാണെന്ന ബോധ്യത്തോടുകൂടി അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുവാൻ, യാ അയ്യുഹൽ ഇൻസാനു മാ ഗർറക ബിറബ്ബിക്കൽ കരീം, അല്ലയോ മനുഷ്യരെ, അള്ളാഹുവിന്റെ കാര്യത്തിൽ നിങ്ങളെ എന്താണ് വഞ്ചിക്കപ്പെടുന്നത് എന്ന് ചിന്തിച്ചു നോക്കുവാനും അതിൽ അള്ളാഹുവിന്റെ വിഷയത്തിൽ വഞ്ചിക്കപ്പെടുന്ന ഒരു വിഭവവും നിങ്ങൾ ജീവിതത്തിൽ സ്ഥാനം നൽകരുത് എന്നുമുള്ള കൽപ്പനയായിരിക്കണം നമുക്ക് നന്മകൾ ചെയ്യാനുള്ള പ്രേരണ. അതുപോലെ തന്നെ തിന്മകളിൽ നിന്ന് മാറി നിന്നെങ്കിലേ അള്ളാഹുവിന്റെ ഒരു ബർക്കത്ത് നമുക്ക് ലഭിക്കുകയുള്ളൂ, മനസ്സമാധാനം നമുക്ക് ലഭിക്കുകയുള്ളൂ. എത്ര വലിയ സമാധാനമുണ്ട് എന്ന് പറയുന്ന വ്യക്തിയും തിന്മകളുടെ പാതയിലൂടെ പോയി കഴിഞ്ഞാൽ ഉള്ളിൽ വെറും കുറ്റബോധവും കുറ്റപ്പെടുത്തലും മാത്രമായിരിക്കും ഉണ്ടാവുക, ഒരു സമാധാനവും ലഭിക്കുകയില്ല. അതുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കുക എന്നത് തന്നെയാണ് റമദാനിലൂടെ നാം നേടിയെടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അതുപോലെ പാപമോചനമാണ്. സംഭവിച്ചു പോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും ഇത്രയും കാലം 10-20 വർഷം 19 വർഷം 40 വർഷത്തോളം ജീവിച്ചുറപ്പേ ഇത്രയും കാലം ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ട് എന്ന് ഏറ്റ് കരഞ്ഞുകൊണ്ട് റബ്ബിന് മുമ്പിൽ പറയാനുള്ള വലിയ അവസരമായിട്ട് റമദാനിലെ നോമ്പുകൾ നമ്മൾ കാണണം. മൻസ്വാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. ഒരു നോമ്പ് അദ്ദേഹം ഒരു നോൽക്കുകയാണെങ്കിൽ കഴിഞ്ഞു പോയുള്ള എല്ലാ പാപങ്ങളും അത് ഈമാനോടുകൂടിയും ഇഹ്തിസാബോടുകൂടി നോക്കുകയാണെങ്കിൽ അതിന് പുറത്തു കൊടുക്കപ്പെടും എന്നാണ് പറയുന്നത്. അങ്ങനെ പൊറുക്കപ്പെടാത്ത പാപങ്ങൾ ഉണ്ടെങ്കിൽ ആലോചിക്കുക, എത്ര വലിയ നഷ്ടമാണ് സഹോദരങ്ങളെ. നമ്മുടെ ജീവിതത്തിൽ പാപങ്ങൾ പൊറുക്കപ്പെടാൻ ഇതിലും നല്ല അവസരം വരാനില്ല. ഈ അവസരത്തെ ഉപയോഗപ്പെടുത്താത്ത ആളുകൾക്ക് സംഭവിക്കുന്ന നഷ്ടം എത്ര വലുതാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ തന്റെ മിമ്പറിലേക്ക് കയറുമ്പോൾ 3 തവണ ആമീൻ 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 എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം സ്വഹാബത്ത് ചോദിക്കുന്നു, റസൂലെ, താങ്കൾ എന്തുകൊണ്ടാണ് കയറുമ്പോൾ 3 തവണ ആമീൻ പറഞ്ഞത്? അപ്പൊ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഒരു റമദാൻ കിട്ടിയിട്ടും തന്റെ പാപങ്ങളൊന്നും പൊറുക്കപ്പെടാതെ നരകത്തിൽ പ്രവേശിക്കുന്ന വ്യക്തി, ആ വ്യക്തിയെ ആലോചിച്ചുകൊണ്ട് അദ്ദേഹത്തെ അള്ളാഹു അവനെ വിദൂരമാക്കട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയും അത് കേട്ടപ്പോഴാണ് ഞാൻ ആമീൻ 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 എന്ന് പറഞ്ഞത്. ഒരു റമദാൻ മുഴുവൻ കിട്ടിയിട്ടും തന്റെ പാപം പൊറുക്കപ്പെടാത്ത വ്യക്തി ഉണ്ടെങ്കിൽ അവന് നാശം ഉണ്ടാവട്ടെ, അവൻ നരകത്തിൽ വീണ്ടും വിദൂരനായി പോകട്ടെ എന്ന് പറഞ്ഞ ജിബ്രീൽ അലൈഹിസ്സലാമയുടെ പ്രാർത്ഥനയ്ക്കാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ പറഞ്ഞത്. അതുകൊണ്ട് നമ്മുടെ റമദാൻ എന്നത് നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടാനുള്ള ഏറ്റവും നല്ല അവസരമാണ് തിരിച്ചറിഞ്ഞുകൊണ്ട് എന്തൊക്കെ തിരക്കുകൾ ഉണ്ടെങ്കിലും ജീവിതത്തിൽ കച്ചവടമാവട്ടെ, ജോലിയാവട്ടെ, നമ്മുടെ പഠനമാവട്ടെ, ആ തിരക്കുകളിൽ നിന്ന് കുറഞ്ഞൊരു സമയം മാറ്റി വെച്ചുകൊണ്ട് ഒരുപക്ഷെ സുബഹി നമസ്കാരത്തിന് ശേഷമായിരിക്കാം ഭാര്യയോട് വിളിച്ചു പറയാ, സുബഹി നമസ്കാരത്തിന് ശേഷം ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലേക്ക് വരുള്ളൂ, സുബഹിക്ക് കുറച്ച് മുമ്പ് ഒരു 1 മണിക്കൂർ മുമ്പ് ഞാൻ തറാവീന് പിന്നെ പള്ളിയിലേക്ക് പോയി അവിടെയായിരിക്കും ഉണ്ടാവുക, അതിനനുസരിച്ച് നേരത്തെ അത്താഴം കഴിക്കാൻ പ്ലാൻ ഉണ്ടാക്കണം എന്നെല്ലാം പറഞ്ഞ് നമ്മുടെ ഷെഡ്യൂളിനകത്തേക്ക് തിരക്കുകളെല്ലാം മാറ്റി വെച്ചുകൊണ്ട് നമ്മളും നമ്മുടെ റബ്ബും ഒറ്റയ്ക്കാവുന്ന ചില സമയങ്ങൾ ബോധപൂർവ്വം റമദാനിൽ ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെയെങ്കിൽ മാത്രമേ നമുക്ക് പരലോകത്തെ രക്ഷ ലഭിക്കുകയുള്ളൂ.
റയ്യാൻ എന്ന കവാടം നമുക്ക് വേണ്ടി തുറന്നു വയ്ക്കപ്പെടുകയാണ്. നോമ്പുകാർക്ക് വേണ്ടി മാത്രമുള്ള ഒരു സ്വർഗത്തിലെ കവാടമാണ് റയ്യാൻ. റമദാനിലെ ഓരോ രാത്രിയും ഒരുപാട് ആളുകളെ നരകത്തിൽ നിന്ന് മോചനം സംഭവിക്കുന്ന ദിവസങ്ങളാണ് റമദാനിലുള്ളത്. അതിലൊക്കെ നമ്മളും ഉൾപ്പെടണമെങ്കിൽ അള്ളാഹുമായിട്ടുള്ള അടുപ്പവും ബന്ധവും ഊട്ടിയുറപ്പിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നോക്കൂ, എല്ലാ ദിവസവും രാത്രി സുബഹിക്ക് തൊട്ട് മുമ്പുള്ള സമയം, രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ രാത്രിയുടെ 1/3 അത് ഏറ്റവും അവസാനത്തെ ഭാഗത്ത് അള്ളാഹു പറയുന്നുണ്ട്, അള്ളാഹു 1ാം ആകാശത്തിലേക്ക് ഇറങ്ങി വരും. നിങ്ങൾ ഉത്തരം നൽകാൻ ഞാൻ തയ്യാറാണ്, നിങ്ങൾ ചോദിച്ചോളൂ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുന്ന സമയമാണ് ആ രാത്രിയുടെ അവസാനത്തെ അന്ത്യയാമങ്ങൾ. ആ സമയത്ത് അള്ളാഹുലേക്ക് ആത്മാർത്ഥമായി ചെയ്ത തെറ്റുകളെല്ലാം ഖേദിച്ച് മടങ്ങിക്കൊണ്ട് കൂടുതൽ നന്മകൾ അള്ളാഹു എനിക്ക് തുറവി തരണമേ എന്ന് പ്രാർത്ഥിക്കാനുള്ള സന്മനസ്സും അതിനുള്ള പ്ലാനിങ്ങും നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. നമ്മൾ അള്ളാഹുവിനോടല്ല മറ്റാരോടാ ചോദിക്കുക? നമ്മുടെ കണ്ഠനാടിയേക്കാൾ നമ്മോട് അടുത്തുള്ള, നമുക്ക് എന്തും ചോദിക്കാൻ കഴിയുന്ന, എന്തും നിങ്ങൾ എന്നോട് ചോദിക്കുകയും യാതൊരു ഇടയാളന്മാരും ആവശ്യമില്ല, യാതൊരു ഉറുക്കിന്റെയും മേലസിന്റെയും മൈക്കലിന്റെയും ആവശ്യമില്ല, യാതൊരു ജാറങ്ങളുടെ അടുക്കിലേക്കും മഖബറിലേക്കും നിങ്ങൾ പോകേണ്ടതില്ല, നിങ്ങൾ എന്തുണ്ടെങ്കിലും എന്നോട് ചോദിച്ചോളൂ എന്ന് അള്ളാഹുമായിട്ട് റസൂലും അള്ളാഹുവിനോട് ചോദിക്കാൻ വേണ്ടി കൽപ്പിക്കപ്പെടുമ്പോൾ മറ്റെന്താ നമുക്ക് ചെയ്യാനുള്ളത്? അള്ളാഹുവിനോട് നിരന്തരം പാപമോചനം തേടാനുള്ള വലിയ അവസരമായിക്കൊണ്ട് നമ്മുടെ രാത്രി നമസ്കാരങ്ങളും കഴിയുന്ന സമയത്തൊക്കെ നമ്മൾ കുടുംബസമേതം തന്നെ രാത്രി നമസ്കാരത്തിന് പോകണം. തറാവീഹ് നമസ്കാരം അത് കുടുംബസമേതം പോകാനുള്ള പ്ലാനുകൾ ഇപ്പോൾ തന്നെ ഉണ്ടാക്കണം. നമ്മുടെ ഖുർആൻ പാരായണം, ഖുർആൻ ഓതുന്നതിൽ ഒരു മത്സര ബുദ്ധി നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. നമ്മൾ വീട്ടിലെ കുടുംബങ്ങൾ ഒന്നിച്ച് ഭാര്യയും മക്കളും ഒക്കെ ഒരു മത്സരം ഉണ്ടാക്കുക. ഖുർആൻ ഓതുന്നതിലും അതിന്റെ ഹിഫ്ളാക്കുന്നതിലും ചില ഭാഗങ്ങളൊക്കെ ചിന്തിക്കുന്നതിലും പഠനം നടത്തുന്നതിലും കുടുംബം ഒന്നിച്ച് ചില ക്ലാസ്സുകൾക്കൊക്കെ പോകുന്നതിലും ഖുർആനുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ചോദിച്ച് നിവാരണം ചെയ്യുന്നതിനുമൊക്കെ വലിയ ശ്രദ്ധ നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. ഓരോ ഹർഫിനും, ഖുർആൻ ഓതുന്നതിലെ ഓരോ ഹർഫിനും 10 ഇരട്ടി പുണ്യം എന്നാ പറഞ്ഞിട്ടുള്ളത്. അലിഫ് ലാം മീം അത് ഒറ്റ ഹർഫാന്ന് നിങ്ങൾ വിചാരിക്കരുത്. അലിഫുൻ ഹർഫുൻ വലാമുൻ ഹർഫുൻ വമീമുൻ ഹർഫുൻ. അലിഫ് ലാം മീം എന്ന് ഓതിക്കഴിഞ്ഞാൽ 30 പുണ്യം നിങ്ങൾക്ക് ലഭിക്കുമെന്ന് അള്ളാഹു വാഗ്ദാനം ചെയ്ത, അത് റമദാൻ കൂടി ആകുമ്പോഴോ അലിച്ചൊക്കെ നിങ്ങൾ അത്രത്തോളം വലിയ ശ്രേഷ്ഠതകളുള്ള ഖുർആൻ പാരായണം നമുക്ക് കുറഞ്ഞൊരു സമയം നമുക്ക് മാറ്റിവെച്ച്, മറ്റുള്ള തിരക്കുകൾ മാറ്റിവെച്ച് ഖുർആനിന്റെ മുമ്പിൽ ചടഞ്ഞിരിക്കാനുള്ള ഒരു ശ്രദ്ധയും നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. അതോടൊപ്പം നിലനിൽക്കുന്ന ചില ചൈതന്യങ്ങൾ നമ്മൾ ഈ റമദാനിലൂടെ നേടിയെടുക്കേണ്ടതുണ്ട്. സഹോദരങ്ങൾ, നമ്മൾ റമദാനിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ആളുകളല്ല. നമ്മളാരും റമദാനികളാവരുത്, നിങ്ങൾ റബ്ബാനികളാവുക എന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. റമദാനികളാവരുത്, റമദാനിൽ മാത്രം ഒരു ഊർജ്ജം ഉണ്ടാവുന്ന ആളുകൾ മാറരുത്, നിങ്ങൾ റബ്ബാനികളാവുക, നിങ്ങൾ റബ്ബിന്റെ ആളുകളാവുക എന്ന് പറയുന്നുണ്ട്. നമ്മൾ അള്ളാഹുവിന്റെ ആളുകളാണ്. ഈ 11 മാസവും റമദാൻ അല്ലാതെ ബാക്കി 11 മാസവും മുന്നോട്ട് പോകാനുള്ള ഊർജ്ജം സംഭരിക്കാനുള്ള ചില അവസരങ്ങളായി റമദാൻ നമ്മൾ കാണണം. നോമ്പ് ഒരിക്കലും ചില കാട്ടിക്കൂട്ടുകളാവരുത്. എല്ലാവരും അത്താഴം കഴിക്കുന്നു, എല്ലാവരും നോമ്പ് തുറക്കുന്നു, ഞാനും അതോടൊപ്പം അങ്ങനെ പോകുന്നു. വീട്ടിലിപ്പോ നമ്മൾ വിളിച്ചാലും ഇല്ലെങ്കിലൊക്കെ, നമ്മൾ എണീക്കാൻ തീരുമാനിച്ചാലും ഇല്ലെങ്കിലും ഒക്കെ എല്ലാവരും അത്താഴത്തിന് എഴുന്നേൽക്കുന്നുണ്ട്, നമ്മൾ എഴുന്നേറ്റ് പോകുന്നു എന്ന് തുടങ്ങുന്ന ചില ഒരു ഓളത്തിനനുസരിച്ച് പോകുന്ന ചില കാട്ടിക്കൂട്ടുകളായി ഒരിക്കലും നമ്മുടെ നോമ്പ് മാറാൻ പാടില്ല. നോമ്പ് അത് അള്ളാഹു സുബ്ഹാനഹു ഒരു ഖുദ്സിയ ഹദീസിൽ പറയുന്നുണ്ട്, മനുഷ്യരുടെ എല്ലാ നന്മകൾക്കും 10 മുതൽ 700 ഇരട്ടി വരെ നന്മകൾ അതിന് പ്രതിഫലം നൽകും, നോമ്പ് ഒഴികെ. നോമ്പിനോ എന്ന് ചോദിച്ചപ്പോ അള്ളാഹു പറയുന്നത്, നോമ്പിന് നാം കണക്കില്ലാത്ത പ്രതിഫലം നൽകുന്നതാണ്. നോമ്പ് അള്ളാഹുവിനുള്ളതാണ്. നോമ്പിന് കണക്കില്ലാത്ത പ്രതിഫലം ഉള്ള ആരാധനാ കർമ്മമായിട്ട് നോമ്പിനെ മാറ്റുമ്പോൾ തീർച്ചയായും ആത്മാർത്ഥമായി നോമ്പിന്റെ ഓരോ പുണ്യങ്ങളും നേടിയെടുക്കാൻ കഴിയുന്ന അത്രയധികം പുണ്യങ്ങൾ പറയപ്പെട്ട ഒരിക്കൽ ത്വൽഹാ റളിയല്ലാഹുവിന്റെ ഹദീസ് പറയുന്നുണ്ട്. അദ്ദേഹം ഒരു സ്വപ്നം കാണുന്നുണ്ട്. ത്വൽഹാ റളിയല്ലാഹു അദ്ദേഹം ഒരിക്കൽ അദ്ദേഹത്തിന്റെ കൂടെ ജീവിച്ച, അദ്ദേഹത്തിന്റെ ഒപ്പം തന്നെ ഇസ്ലാം സ്വീകരിച്ച 2 വ്യക്തികൾ, ആ 2 വ്യക്തികളിൽ ഒന്നാമനായ വ്യക്തി, 2 വ്യക്തികളും ഒന്നിച്ച് യുദ്ധത്തിലേക്ക് പോവാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പന പ്രകാരം യുദ്ധത്തിലേക്ക് എടുത്തു ചാടുകയും അതിൽ ഒന്നാമത്തെ വ്യക്തി ആ യുദ്ധത്തിൽ ഷഹീദാവുകയും രക്തസാക്ഷിത്വം വഹിക്കുകയും ചെയ്യുകയാണ്. രണ്ടാമത്തെ വ്യക്തി തിരിച്ചു വന്ന് തന്റെ വീട്ടിൽ 1 വർഷം കൂടി കഴിഞ്ഞ് 1 വർഷത്തിന് ശേഷം തന്റെ വിരിപ്പിൽ കിടന്നുകൊണ്ട്, തന്റെ കിടപ്പറയിൽ കിടന്നുകൊണ്ട് മരണപ്പെടുകയും ചെയ്യാണ്. ഈ 2 വ്യക്തികളും നേരെ അള്ളാഹുവിന്റെ കോടതിയിലേക്ക് എത്തുകയാണ്. ത്വൽഹാ റളിയല്ലാഹു ഒരിക്കൽ സ്വപ്നം കാണുന്നു, ഈ 2 വ്യക്തികളും സ്വർഗത്തിന്റെ മുമ്പിൽ എത്തി നിൽക്കുന്നു. അതിൽ ഒന്നാമത്തെ ഷഹീദായ വ്യക്തി ആയിരിക്കുമല്ലോ ആദ്യം പോവുക എന്നാണ് ഇദ്ദേഹം ചിന്തിച്ചത്. പക്ഷെ മറിച്ച് രണ്ടാമത് തന്റെ വിരിപ്പറിൽ കിടന്ന, തന്റെ കിടപ്പറയിൽ കിടന്ന അങ്ങനെ മരണപ്പെട്ട വ്യക്തിയായിരുന്നു സ്വർഗത്തിലേക്ക് ആദ്യം പ്രവേശിച്ചത്. ഇദ്ദേഹത്തിന് വലിയ അത്ഭുതമാണ്. ശേഷം പിറ്റേ ദിവസം രാവിലെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം ഈ വിഷയം തുറന്നു പറയുന്നുണ്ട്. റസൂലേ, ഞാൻ ഇന്നലെ സ്വപ്നം കണ്ടു, ഷഹീദായ വ്യക്തിയും അതോടൊപ്പം 1 വർഷം കൂടി കഴിഞ്ഞ് തന്റെ വിരിപ്പിൽ കിടന്ന് മരിച്ചൊരു വ്യക്തിയും, അതിൽ രണ്ടാമത്തെ വ്യക്തിയാണ് ആദ്യം സ്വർഗത്തിലേക്ക് കയറിയത്. എന്തുകൊണ്ട് റസൂൽ എന്ന് ചോദിച്ചപ്പോ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിക്കുന്നുണ്ട്, ത്വൽഹാ, അതിൽ ഒന്നാമത്തെ വ്യക്തിയേക്കാൾ 1 റമദാൻ ഏറെ ആ രണ്ടാമത്തെ വ്യക്തിക്ക് കിട്ടിയിട്ടില്ലേ? ആ രണ്ടാമത്തെ വ്യക്തി ആ ഒരു റമദാനിൽ ഇത്ര നിസ്കാരം നിസ്കരിച്ചില്ലേ, ഇന്ന ആരാധനകൾ ചെയ്തില്ലേ എന്ന് ചോദിച്ചപ്പോ അതേ റസൂൽ അതൊക്കെ ചെയ്തിട്ടുണ്ട്. എങ്കിൽ ആദ്യം ഷഹീദായ വ്യക്തിയും
ഈ വ്യക്തിയും തമ്മിൽ ആകാശ ഭൂമികളുടെ വഴിദൂരമുണ്ട് എന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. കാണിച്ചോക്കണം, ഷഹീദാവുന്നതിന് പുണ്യം പറയുന്നത് ആ ഷഹീദാവുന്ന വ്യക്തി യുദ്ധത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഒരു ചോരയുടെ ഒരു തുള്ളി വിട്ടിക്കഴിഞ്ഞാൽ ആ തുള്ളി മതി അദ്ദേഹത്തിന്റെ പാപങ്ങൾ മുഴുവൻ പൊറുക്കപ്പെടാൻ. അത്രത്തോളം പുണ്യമുള്ള ആ ഷഹീദിനേക്കാൾ വലിയ ശ്രേഷ്ഠതയാണ് ഒരു റമദാൻ ഏറെ കിട്ടുകയും അതിൽ കുറെ ഇബാദത്തുകൾ ചെയ്യുകയും ചെയ്ത ആ വ്യക്തിക്ക് ലഭിച്ചത്. അതുകൊണ്ട് നമുക്കും അത്തരത്തിലുള്ള പുണ്യങ്ങൾ റമദാനിൽ നേടിയെടുക്കാനുള്ള ഒരുക്കങ്ങൾ നടത്താൻ സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് ഇവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റമദാനിലേക്ക് എങ്ങനെ ഒരുങ്ങണമെന്ന് വളരെ കൃത്യമായ ധാരണകളുള്ള ആളുകളാണ് നാം ഏവരും. കുടുംബസമേതം നമ്മുടെ സ്വർഗത്തിലേക്ക് കൂടുതൽ നമുക്ക് അടുക്കുവാനും നരകത്തിൽ നിന്ന് എത്രത്തോളം അകലം പാലിക്കാൻ കഴിയുമോ അതിനെല്ലാം ശ്രമിക്കാനുള്ള അവസരങ്ങളാണ് തുറന്നു നിൽക്കുന്നത്. ഗൗരവകരമായി നമ്മൾ ഇതിലേക്ക് ചേർത്ത് വായിക്കേണ്ട ചില അബദ്ധങ്ങളുണ്ട്. റമദാനിൽ പലപ്പോഴും പലർക്കും ഉണ്ടാവുന്ന ചില അബദ്ധങ്ങൾ. നമുക്കറിയാം, സുന്നത്തിനാണോ ഫർദിനാണോ നമ്മൾ പ്രാധാന്യം കൊടുക്കാറുള്ളത്? തീർച്ചയായിട്ടും ഫർദിനാണ്. സുന്നത്തിനേക്കാൾ പ്രാധാന്യം നമ്മൾ എല്ലാവരും ഫർദിന് തന്നെയാണ് കൊടുക്കാറുള്ളത്. പക്ഷേ റമദാൻ മാസത്തിൽ ചില സുന്നത്തുകൾക്ക് അമിത പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ എന്ന ചോദ്യം നാം ഇവർ ചോദിക്കേണ്ടതുണ്ട്. നോമ്പ് തുറന്നു കഴിഞ്ഞാൽ, ഇപ്പൊ ഒന്നാമത്തെ നോമ്പ് എടുത്താൽ മതി, ഒന്നാമത്തെ നോമ്പ് കഴിഞ്ഞാൽ നോമ്പ് തുറക്കും. നോമ്പ് തുറന്നു കഴിഞ്ഞാൽ അതിൽ കുറച്ചധികം സമയം വീട്ടിൽ ചെലവഴിച്ചുകൊണ്ട് മഗ്‌രിബ് നമസ്കാരം ജമാഅത്ത് നഷ്ടപ്പെടുന്ന ഒരുപാടധികം ആളുകൾ. മഗ്‌രിബ് നമസ്കാരം നിങ്ങൾ അയച്ചു, റമദാനിൽ ഒരു ജമാഅത്ത് പോലും നഷ്ടപ്പെടരുതേ എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ നമ്മൾ. പക്ഷെ നമുക്ക് സംഭവിക്കുന്ന ഒരു അബദ്ധമാണ് മഗ്‌രിബിന്റെ ജമാഅത്ത് പള്ളിയിൽ വെച്ച് നമസ്കരിക്കാൻ പലപ്പോഴും കഴിയാത്തൊരവസ്ഥ. അതിന്റെ കാരണം നോമ്പ് തുറ നീണ്ടുപോകുന്നു എന്നുള്ളതാണ്. അതിന് വലിയ ശ്രദ്ധ നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. പലപ്പോഴും പലർക്കും ഉണ്ടാവുക മഗ്‌രിബിന് കുറച്ച് വൈകി ഇങ്ങനെ എത്തും, രണ്ടാമത്തെ ജമാഅത്ത് കിട്ടുമല്ലോ, ഒന്നാമത്തെ കിട്ടുകയെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞൊരു ന്യായം പറയുന്നവരുണ്ട്. ഒന്നാമത്തെ തക്ബീറിൽ ഒന്നാമത്തെ ജമാഅത്തിൽ ഇമാമിന്റെ കൂടെ നമസ്കരിക്കുന്ന ഒരു ശ്രദ്ധ നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. പിന്നെ ചില ആളുകളൊക്കെ തറാവി നമസ്കാരം കുടുംബസമേതം തറാവീന് പോകും. രാത്രി വളരെ പ്രയാസപ്പെട്ട് ദൂരെ ദിക്കുകളിലേക്ക് എത്തി തറാവീന് എത്തും. പക്ഷെ തറാവീനാണ് അവരെത്തുക. തറാവീന് മുമ്പാണ് യഥാർത്ഥത്തിൽ ഇശാ ജമാഅത്ത് ഉള്ളത്. അത് പലപ്പോഴും അറിയാതെ, ചിന്തിക്കാതെ ഇശാ ജമാഅത്തിന് എത്താതെ തറാവി കുറച്ചുകൂടി ഒരു 10 മിനിറ്റ് അധികം കിട്ടുമല്ലോ, ആ സമയം നോക്കി തറാവീഹിന് എത്തുന്ന തറാവീഹ് സുന്നത്താണ് സഹോദരങ്ങളെ. അതിന് മുമ്പുള്ള ഇശാ ജമാഅത്ത് അതാണ് നമുക്ക് ഫർദായിട്ടുള്ളത്. ആ ഇശാന്റെ ഒന്നാമത്തെ തക്ബീർ നമ്മൾ പള്ളിയിൽ എത്തുന്ന രൂപത്തിലേക്ക് ക്രമീകരിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇതേപോലെ ഒരു അബദ്ധം അത്താഴത്തിനാണ് സംഭവിക്കുന്നത്. അത്താഴം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറഞ്ഞൊരു സമയം അധികം ഉണ്ടാവും. അപ്പൊ ആ സമയത്ത് എന്ത് വെച്ചാൽ ഒന്നോട് മയങ്ങും. ആ മയക്കം പിന്നീട് എഴുന്നേൽക്കുന്നത് സുബഹി നമസ്കാരത്തിന് ജമാഅത്തും കഴിഞ്ഞിട്ടായിരിക്കും. പിന്നെ ഒരു 6 മണി 6:30 ആവുമ്പോൾ ആ സമയത്ത് ഇവിടെ സുബഹി നമസ്കരിക്കുന്ന ആളുകളെ കാണാൻ കഴിയും. റമദാനിൽ ഒരിക്കലും നമുക്ക് അത്തരത്തിലുള്ള സുന്നത്ത് ഫർദുകൾ നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. സുബഹി നമസ്കാരത്തിന് മുമ്പുള്ള 2 റക്അത്ത് റവാത്തിബ് സുന്നത്ത് നമസ്കാരം, അതിന്റെ പുണ്യം എത്രയാണ്? ആകാശവും ഭൂമിയും അടക്കമുള്ളതിലുള്ള എന്തെല്ലാം ഉണ്ടോ അതിനേക്കാൾ ഏറെ ശ്രേഷ്ഠമാണ് സുബഹി നമസ്കാരത്തിന്റെ തൊട്ട് മുമ്പുള്ള 2 റക്അത്ത് റവാത്തിബ് സുന്നത്ത്. അപ്പൊ സുബഹിന്റെ ശ്രേഷ്ഠത എത്രത്തോളം ആയിരിക്കും? അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് മഗ്‌രിബും ഇശാവും സുബഹിയും പ്രത്യേകിച്ചും പറയുകയാണ്. ളുഹ്റും അസ്റും പിന്നെയും നമ്മളൊക്കെ നിർബന്ധമായിട്ട് നമസ്കരിക്കും. ബാക്കി ഈ 3 നമസ്കാരങ്ങളും ഒരിക്കലും നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നില്ല എന്ന കാര്യം ഉറപ്പിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു അബദ്ധം റമദാനിൽ ഉണ്ടാവുന്നത്, റമദാൻ ഒരിക്കലും ഭക്ഷണത്തിന്റെ മാസമല്ല. ഭക്ഷണത്തിന്റെ വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങൾ ഉണ്ടാക്കാനും അത് വിതരണം ചെയ്യാനും അതിലൊരു ആധിക്യം കാണിക്കുവാനുള്ള മാസമല്ല റമദാൻ. പക്ഷെ ഇന്ന് പലർക്കും അങ്ങനെയായി മാറുന്ന ഒരു കാഴ്ച കാണാൻ കഴിയും. നോമ്പ് തുറപ്പിക്കുക എന്നത് നല്ലത് തന്നെയാണ്. ഇപ്പോൾ തന്നെ നമുക്ക് പ്ലാൻ ചെയ്യാം, ആരെയാണ് ഞാൻ നോമ്പ് തുറപ്പിക്കുന്നത്, നോമ്പ് തുറയ്ക്ക് വേണ്ടി എത്ര പണമാണ് ഞാൻ മാറ്റി വെക്കുന്നത്, എത്ര ദിവസങ്ങളാണ് നോമ്പ് തുറ ഉണ്ടാക്കാൻ വേണ്ടി എനിക്ക് നഷ്ടമാകുന്നത്, ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്യാം. ചില ആളുകൾ നോമ്പ് തുറ ഒരു അവസരമായിട്ട് എടുക്കുകയാണ്. നോമ്പ് തുറക്കാൻ അത് ഓരോ ദിവസം ഓരോരുത്തരെയാണ്. ആദ്യം മരുമക്കൾ വിളിക്കും, വേറെ ദിവസം അയൽപ്പക്കക്കാരെ വിളിക്കും, വേറെ ദിവസം സമൂഹത്തിലെ മറ്റ് പ്രഗത്ഭരൊക്കെ വിളിക്കും, വേറെ ദിവസം ഇപ്പോൾ ഈ അടുത്ത് കല്യാണം കഴിഞ്ഞ ആരൊക്കെയാണ് അവരെ ലിസ്റ്റൊക്കെ ഉണ്ടാക്കും. ആ ആളൊക്കെ ഒരു ദിവസം നോമ്പ് തുറക്കാൻ വിളിക്കുക. എന്തിനാണ് ഈ ഒരു പ്രഹസനത്തിന് നമ്മൾ നിൽക്കുന്നത്? നോമ്പ് എന്നാൽ റമദാനിലെ ഓരോ ദിവസവും മണിക്കൂറും അത്രമേൽ പ്രധാനമാണ്. നോമ്പ് തുറ നമുക്ക് നൽകാൻ പ്രശ്നമല്ല, നല്ലത് തന്നെയാണ്. ആ നോമ്പ് തുറപ്പിച്ച ആളുകൾക്ക് നോമ്പ് എടുത്ത ആളുകളുടെ കൂലി മൊത്തം കിട്ടുന്നതാണ്. പക്ഷെ നമ്മുടെ ഇബാദത്തുകളിൽ ഒരു കോംപ്രമൈസ് ചെയ്തുകൊണ്ട് ഒരിക്കലും നോമ്പ് തുറകളിലേക്ക് പോകാൻ നമ്മൾ ശ്രദ്ധിക്കരുത്. ആവശ്യമായ എന്തൊക്കെയാണോ എപ്പോഴൊക്കെയാണ് വേണ്ടത് നേരത്തെ പ്രീ പ്ലാൻ ചെയ്യാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഭക്ഷണം ഭയങ്കര ഹെവി ആയിട്ടുള്ള ഭക്ഷണം ഉണ്ടാക്കുക. വളരെ വിഭവസമൃദ്ധമായ ഒരുപാട് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് മഗ്‌രിബ് ജമാഅത്തും ഉണ്ടാവില്ല, ഇശാ ജമാഅത്തും ഉണ്ടാവില്ല. ഇശാന്റെ സമയവും പറയും ഗ്യാസാണ്, വയറിന് ഹെവിയായി നിൽക്കുക എന്നുള്ള പല കാരണവും പറഞ്ഞിട്ട് ഇശാ ജമാഅത്തും ഉണ്ടാവാത്ത അവസ്ഥ പല ആളുകളും കാണാൻ കഴിയും. അതുപോലെ തന്നെ സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സ്ത്രീകൾക്ക് പലപ്പോഴും റമദാൻ ഒരു ഭക്ഷണം ഉണ്ടാക്കൽ മാസമാണ്. രാവിലെ തന്നെ തുടങ്ങും എന്റെ പണി.
ഉച്ചയ്ക്ക് ശേഷം ഖുർആൻ ഓതാനോ നമസ്കരിക്കാനോ അവരുടെ ഇബാദത്തുകൾക്കോ പ്രാർത്ഥനകൾക്കോ ഒരു സമയവും ലഭിക്കാത്ത രൂപത്തിൽ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞാൽ കൂടി രാത്രി കഞ്ഞി വെക്കണം. രാത്രി കഴിഞ്ഞ ശേഷം അത്താഴത്തിന് സാധനം ഉണ്ടാക്കണം. ഒരിക്കലും നമ്മൾ അങ്ങനെ ഒരു വിഭവത്തിലേക്ക് പോകേണ്ടതില്ല. ഒരുപക്ഷെ നമ്മൾ നോമ്പ് തുറക്കാൻ ഉണ്ടാക്കുന്ന ചപ്പാത്തി ആണെങ്കിൽ ആ ചപ്പാത്തി കുറച്ചെണ്ണം അധികം ഉണ്ടാക്കിയ അത്താഴത്തിനും അതിനെ കഴിക്കാവുന്ന രൂപത്തിൽ പുരുഷന്മാരും സ്ത്രീകളും ആ രൂപത്തിലൊരു മാനസികമായ ചില മാറ്റങ്ങൾ എന്താണ് നമ്മുടെ റമദാനിലെ മെനു എന്ന പ്ലാൻ ഉണ്ടാക്കാനുള്ള ശ്രദ്ധ നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. അതുപോലെ തന്നെ ചില ശ്രദ്ധിക്കേണ്ടത്, റമദാൻ ഒരിക്കലും ഒരു ട്രെൻഡിന്റെ മാസമല്ല. പല ട്രെൻഡുകളും ഉണ്ടാക്കാനുള്ള വസ്ത്രത്തിലാവട്ടെ, പിന്നെ പല കോളേജുകളിൽ കാണാൻ കഴിയും നോമ്പ് തുറ സംഗമങ്ങൾ, ക്യാമ്പസുകളിലെ ഇഫ്താർ സംഗമങ്ങൾ, അതിനൊക്കെ ടെന്റൊക്കെ കെട്ടി പല പുതിയ മാനങ്ങളും പകർന്നുകൊണ്ട് പല ലൈറ്റും ബൾബും തൂക്കിയെടുത്തുകൊണ്ട് അതിന് റീൽസ് ഉണ്ടാക്കി സോഷ്യൽ മീഡിയയിൽ പരത്തിക്കൊണ്ട് പ്രസരിപ്പിച്ചുകൊണ്ട് പലർക്കും ഉണ്ടാക്കുന്ന ചില അതൊരു ട്രെൻഡാണ്. റമദാൻ എന്നാൽ അത്തരം ഒരു വൈബ് ഉണ്ടാക്കേണ്ട മാസമാക്കി കൊണ്ടു നടക്കുന്ന, അതിൽ പലപ്പോഴും ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ച് മിക്സായി പോകുന്ന ഇടകലരുന്ന അവസ്ഥയടക്കം അത്തരം ഹറാമുകൾ ഉണ്ടാവാനുള്ള സാഹചര്യങ്ങൾ പോലും അവിടെ ഉണ്ടാവുന്നുണ്ട് എന്ന കാര്യം തിരിച്ചറിയേണ്ടതുണ്ട്. ചില ആളുകൾക്ക് റമദാൻ എങ്ങനെ ഈ സമയം കൊണ്ട് പോവാ, റമദാനിലെ പകലൊക്കെ സമയം പോകുമ്പോൾ ഭയങ്കര അടങ്ങാറ്, അതും പറഞ്ഞ് ക്യാരം ബോർഡും ലുഡോ ബോർഡൊക്കെ വാങ്ങിയിരുന്ന ആളുകളെയും കാണാൻ സാധിക്കും. സഹോദരൻ, റമദാൻ ഒരു വലിയ അവസരമാണ്. ഈ അവസരത്തിന്റെ പ്രത്യേകതകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് മുമ്പ് നമ്മൾ കഴിഞ്ഞ ഖുതുബയിൽ പറഞ്ഞല്ലോ, ഖബറിലുള്ള ആളുകൾ ആഗ്രഹിക്കുന്നത് പോലെ റമദാനിലെ ഒരു ദിവസമെങ്കിലും റബ്ബെ എനിക്ക് കൊണ്ടുതരണേ എന്ന് ആഗ്രഹിക്കുന്ന ആ ആഗ്രഹങ്ങൾ ഒരിക്കലും നമുക്ക് പിന്നീട് വിലപിക്കേണ്ട അവസ്ഥ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. റമദാനിലെ ഓരോ ദിവസവും, ഓരോ മണിക്കൂറുകളും, ഓരോ മിനിറ്റും, ഓരോ നമസ്കാരത്തിന് മുമ്പും ശേഷവും എങ്ങനെയൊക്കെയാണ് നമ്മൾ മാറ്റങ്ങൾ വരുത്തേണ്ടത്, നമ്മുടെ ജോലിയും നമ്മുടെ കച്ചവടവും നമ്മുടെ ഓട്ടങ്ങളും ജീവിത വ്യവഹാരങ്ങളും ഒക്കെ എങ്ങനെയാണോ ക്രമീകരിക്കേണ്ടത് ആ രൂപത്തിൽ ക്രമീകരിച്ചു പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹുവിലേക്ക് കൂടുതൽ ഇഴയെടുപ്പുമുള്ള ബന്ധമുണ്ടാക്കുവാൻ, അള്ളാഹു പറഞ്ഞ കൽപ്പനകളെ എല്ലാം പൂർണ്ണമായും പാലിക്കുവാൻ, നമ്മുടെ ഇച്ഛകൾക്കും നമ്മുടെ സ്വന്തം ആഗ്രഹങ്ങൾക്കും നമ്മുടെ മനസ്സിൽ വരുന്ന തോന്നിയവാസങ്ങൾക്കും എല്ലാം കടിഞ്ഞാനിടുവാൻ, ശൈത്വാനിൽ നിന്ന് വലിയ രൂപത്തിലുള്ള മോചനം നേടുവാൻ, നമ്മുടെ തെറ്റുകൾക്ക് പ്രായശ്ചിത്തമാകുവാൻ, സ്വർഗത്തിലേക്ക് ഏറ്റവും നന്നായി അടുക്കുവാനുള്ള വലിയ അവസരമായിക്കൊണ്ട് ഈ റമദാനെയും നമ്മുടെ നോമ്പുകളെയും നോക്കിക്കാണണമെന്നും അത്തരത്തിലുള്ള വലിയ പരിവർത്തനങ്ങളുടെ പടപ്പാട്ടുകൾ ഓതാൻ നമുക്ക് സാധിക്കണമെന്നാണ് പറഞ്ഞു വെച്ചത്. അള്ളാഹുവിനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റമദാനിനെ അതിന്റെ പൂർണ്ണമായ ചൈതന്യങ്ങൾ ഉൾക്കൊണ്ട് തന്നെ റമദാനിൽ അള്ളാഹു എന്തെല്ലാം നേട്ടങ്ങളും പ്രതിഫലങ്ങളുമാണോ വാഗ്ദാനം ചെയ്തിട്ടുള്ളത് അത് പൂർണ്ണമായി ലഭിക്കുന്ന ആളുകളിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ സംഭവിച്ചു പോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. റമദാനിനെ ഏറ്റവും ആരോഗ്യത്തോടു കൂടിയും ഏറ്റവും നല്ല രൂപത്തിൽ നോക്കിക്കാണുവാനും ഇബാദത്തുകളെ സജീവമാക്കുവാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഇന്ന് മരണപ്പെട്ടുപോയ ഖബറുകളിലുള്ള ആളുകൾ അള്ളാഹു അവരുടെ ഖബറിനെ വിശാലമാക്കിക്കൊണ്ട് അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ അവരെയും നമ്മയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാടധികം ആളുകൾ, മാരകമായ രോഗങ്ങൾ അനുഭവിക്കുന്ന, ഈ ഇട പോലും അനുഭവിച്ച വലിയ സ്ട്രോക്കുകളും അറ്റാക്കുകളും ഒക്കെയായി പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ അള്ളാഹുവിന്റെ പ്രയാസമെല്ലാം നീക്കിക്കൊടുത്ത് ആഫിയത്തുള്ള ദീർഘായുസ് അവർക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മക്കൾ വലിയ രൂപത്തിലുള്ള പ്രയാസകരമായ വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. മക്കളിൽ കൺകുളിർമയുള്ള, കുടുംബത്തിൽ ഏറ്റവും ആശ്വാസവും സമാധാനവും ലഭിക്കുന്ന രൂപത്തിലേക്ക് നമ്മുടെയൊക്കെ കുടുംബ പശ്ചാത്തലങ്ങളെ മാറ്റി തരുവാൻ അള്ളാഹു സഹായിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അഇസ്സ അൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വഅദില്ല അശ്ശിർക വൽ മുശ്രികീൻ. അല്ലാഹുമ്മ ഉൻസുർ ഇഖ്വാനന അൽ മുജാഹിദീൻ ഫിൽ ഫിലസ്തീൻ. അല്ലാഹുമ്മ ഉൻസുർ ഇഖ്വാനന അൽ മുജാഹിദീൻ ഫിൽ ഫിലസ്തീൻ. അല്ലാഹുമ്മ ഉൻസുർ ഇഖ്വാനന അൽ മുജാഹിദീൻ ഫി കുല്ലി മകാൻ. അല്ലാഹുമ്മ ജർനാ മിനൻ നാർ. അല്ലാഹുമ്മ ജർനാ മിനൻ നാർ. അല്ലാഹുമ്മ ജർനാ മിനൻ നാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത التواب الرحيم واغفر لنا يا غافر المذنبين والحمد لله رب العالمين.